ഹായ് ഓൾ, ഗ്ലാം ആൻഡ് ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്ലാം വീഡിയോ ആയിട്ടാണ്. അതായത് എളുപ്പത്തിൽ എങ്ങനെ ഐലാഷ് വെക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഹൂദ ബ്യൂട്ടിയുടെ ഐലാഷ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈൻ അല്ല വാങ്ങിച്ചത്, ഡയറക്റ്റ് ഷോപ്പിൽ പോയാണ് വാങ്ങിച്ചത്. ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ യൂറോ പാരീസിൻ്റെ ഐലാഷ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് നാച്ചുറൽ ലാഷായിട്ട് കുറച്ച് കണക്ഷൻ വരും. നാച്ചുറൽ ലാഷും ആർട്ടിഫിഷ്യൽ ലാഷും തമ്മിൽ കുറച്ച് കണക്ഷൻ വരും. ഇങ്ങനത്തെ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാനും നമുക്ക് വീഡിയോയിൽ നന്നായിട്ട് കാണാനും വേണ്ടിയിട്ട്. മറ്റേതൊരു നാച്ചുറൽ ലുക്ക് വരും, ഇത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലസ് നാച്ചുറൽ ലുക്ക്. ആദ്യം തന്നെ നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് ലാഷ് നമുക്ക് സെപ്പറേറ്റ് ആക്കാം. ഒരു സൈഡിൽ നിന്ന് നമ്മളത് റിമൂവ് ചെയ്യണേ. ഇങ്ങനെ റിമൂവ് ചെയ്യണം. എന്നിട്ട് കണ്ണുകൾ ഓരോരുത്തരുടെയും ചിലത് വലുതാവും, ചിലത് ചെറുതാവും. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ ലാഷ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇത് നമ്മുടെ കണ്ണിൽ വലുതാണോ ചെറുതാണോ എന്ന് നോക്കാം. കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഒരു കുറച്ച് ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് ലാഷ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് പറ്റും. ഈ ഭാഗത്തു നിന്ന് വെക്കുമ്പോൾ ഈ ഭാഗത്തു നിന്ന് അപ്പം ഇത്രയും ഭാഗത്തെ നമ്മൾ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ വല്ലാണ്ടിരിക്കും. ഇതിനകത്ത് ഓൾറെഡി അവർ ഒട്ടിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലൂ ഉണ്ട്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഈ ഭാഗത്തു നിന്ന്, അതായത് കണ്ണിൻ്റെ ഇന്നർ കോർണർ കഴിഞ്ഞ് ഒരു ഇത്രയും പോർഷൻ വിട്ടിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നാച്ചുറലായിട്ട് തോന്നിക്കുന്നത്. മറ്റേത് ഒരുപാട് അങ്ങ് ആർട്ടിഫിഷ്യൽ ആയി പോവും. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടുന്നേ വെക്കുമ്പോൾ കണ്ടോ ഒരു വൃത്തികേടില്ലേ, ഒരു നാച്ചുറൽ അല്ലാത്ത പോലെ എവിടേക്കോ നമുക്കപ്പം കണ്ണിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ ഐലാഷ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ള ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ലാഷസിൻ്റെ ഈ സൈഡിൽ നിന്ന് വരുന്നത്, അതായത് നമ്മുടെ ഇന്നർ കോർണേഴ്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സൈഡിൽ നിന്ന് ചെറുതും അറ്റം എത്തുമ്പോൾ വലുതും ആയിട്ടാണ് ഒരു ഐലാഷ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗം ചെറുതും അറ്റത്തെ ഭാഗം വലുതുമാണ്. അപ്പം നമുക്ക് വലുതായിട്ടുള്ള ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ വലിയ പോർഷൻ കയ്യിലിട്ട്, അതായത് ഈ ഭാഗം വരുന്ന പോർഷൻ കയ്യിലെടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ഇത്തിരി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ ഗ്ലൂ ഒട്ടിച്ച് അത് റെഡിയാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു കണ്ണ് മാത്രമല്ലല്ലോ ഉള്ളത്, ഇപ്പത്തെ കണ്ണ് അതേപോലെ കട്ട് ചെയ്യണ്ടേ. വാ, സെയിം പ്രോസസ്. ഇവിടുന്ന് ഇങ്ങോട്ട് അത് ഇളക്കിയെടുക്കാം. സിമ്പിളാണ്, ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ്റെ അവിടെ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതായത് ഈ പോർഷൻ ഇവിടുന്ന് എക്സസ് ആയിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ ചെറുത്, ഈ പോർഷൻ വലുത്. ഏകദേശം ഒരു ഉദ്ദേശം വെച്ച് കട്ട് ചെയ്യാണ്, മറ്റേത് കട്ട് ചെയ്ത പോലെ തന്നെ. കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലാഷ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഗ്ലൂ എടുക്കാം. ഇതാണ് ഗ്ലൂ, ഇതാണ് നമ്മുടെ ഗ്ലൂ. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ലാഷ് മാറ്റി വെക്കുക. അത് രണ്ടും കൂടെ മിക്സ് ആയി പോകരുത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ലാഷിലേക്ക് ഇങ്ങനെ തേക്കാണ്. ഒരുപാട് തേച്ച് അത് കുളമാകാതെ നോക്കുക. ഇങ്ങനെ ചെറിയൊരു പോർഷൻ തേച്ചാൽ മതി. ആ വരയിൽ മാത്രം, ഇവിടെ ഒരു വരയുണ്ട്, ആ വരയിൽ മാത്രം തേച്ചാൽ മതി. കണ്ടോ, അങ്ങനെ ഗ്ലൂ നമ്മൾ ലാഷിൽ തേച്ച് ഇനി അതൊന്ന് ഡ്രൈ ആക്കണം. ഒരു 10 to 20 seconds ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ കണ്ണിലേക്ക് ഇത് ഫിക്സ് ചെയ്യാവൂ. സക്സസ്. അപ്പോൾ ഒരിടത്തെ ലാഷ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്ത കണ്ണിലെ ലാഷ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ, ലാഷ്, ഗ്ലൂ. ഇപ്പുറത്തെ കണ്ണിൽ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഗ്ലൂ ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൂം ഇൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടുന്ന് തുടങ്ങിയതുകൊണ്ട് ഒരു നാച്ചുറൽ ലുക്കല്ലേ, അറ്റത്ത് കുറച്ച് ഇതായിട്ട്. ഇനി ഐലൈനറൂടെ എഴുതുമ്പോൾ റെഡിയാവും. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ തേക്കാം. പായിട്ടുണ്ടാവും, നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇനി ഇത് ഡ്രൈ ആവട്ടെ. അപ്പോൾ ലാഷ് രണ്ട് കണ്ണിലെയും ഫിക്സ് ആയിട്ടുണ്ട്. ഒരു സൂമിൻ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ വൈറ്റ് ഗ്ലൂ ആണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഗ്ലൂവിൻ്റെ ഒന്നും ഇല്ല, എങ്ങും ഒരു വൈറ്റ് കാസ്റ്റ് പോലെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം നമ്മുടെ ആ ഗ്ലൂ ഒക്കെ ഡ്രൈ ആയി കണ്ണിനൊരു പ്രത്യേക ഒരു വലിപ്പം കിട്ടിയില്ലേ നമ്മുടെ കണ്ണിന്.
അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.